CPI നേതാവ് സത്യൻ മുഖേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സത്യൻ മുഖേരി, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 15-ാം തീയതിക്ക് ശേഷം വോട്ട് ചേർത്തവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് പാർട്ടികൾക്ക് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും? അത് മനുഷ്യരുടെ പൗരാവകാശം, വോട്ടവകാശം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഒരു വിഭാഗത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം. അതാണ് ശ്രമം നടക്കുന്നത്. ഇതിനെതിരായി CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും BJPയെ ശക്തമായി എതിർക്കുന്ന മറ്റു പാർട്ടികളും ആവശ്യപ്പെട്ടതാണ് ഇലക്ഷൻ കമ്മീഷനോട്. ഇലക്ഷൻ കമ്മീഷൻ കൊച്ചിയിൽ വന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്തു. CPI പ്രതിനിധീകരിച്ച് ഞാനും ഉണ്ടായിരുന്നു. മറ്റേ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള സഹാക്കള് ഉണ്ടായിരുന്ന യോഗമാണത്. KK അഷ്റഫ്. ആ യോഗത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, ഇലക്ഷന്റെ വോട്ടിംഗ് ദിവസത്തിന്റെ തലേ ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. അത് നിഷേധിക്കരുത്. അത് നിഷേധിക്കരുതെന്ന് മാത്രമല്ല, അത്തരം വോട്ടർമാരെ കുറിച്ചുള്ള വിവരം BLAമാർക്ക് അറിയേണ്ടതായിട്ട്, അതായത് ബൂത്ത് ലെവൽ ഏജന്റുമാർ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രതിനിധികളാണ്. അതിന് BLOമാർക്ക് അതിന് അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇതൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായി ഒരു BJPയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണമായ നീക്കമാണ് നടക്കുന്നത്. ഒരിക്കലും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരായിട്ട് അവിശ്വാസം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഇതിനൊക്കെ തന്നെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ ജനാധിപത്യവും ഭരണ സംവിധാനവും ഭരണഘടനയും ഒക്കെ തന്നെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. CPI അതിശക്തമായി പ്രതിഷേധിക്കുന്നു. ശരി, മാർച്ച് 15-ന് ശേഷം പേര് ചേർത്തവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല എന്നുള്ളതാണ്. വോട്ടർ പട്ടികയിൽ നാളെ വരെ പേര് ചേർക്കാം. പക്ഷേ മാർച്ച് 15-ന് ശേഷം അപേക്ഷിച്ചവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. 10 ദിവസം മുൻപ് വരെ ലഭിച്ച അപേക്ഷകളാണ് നിലവിൽ പരിഗണിക്കുന്നത്. മാർച്ച് 15-ന് ശേഷം ലഭിച്ച അപേക്ഷകൾ തെരഞ്ഞെടുപ്പിന് ശേഷമേ പരിഗണിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സെയ്ഫ് സൈലാബ്ദീനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.